ഇതെന്താണ് അപ്പം എന്നറിയോ? അറിയായിരിക്കും, എല്ലാവർക്കും അറിയുന്ന അപ്പം തന്നെയായിരിക്കും. വൈകുന്നേരത്തെ 4 മണി പലഹാരമായിട്ടുള്ള ഒരപ്പം. ഈ അപ്പത്തിന് എന്തെങ്കിലും പേരുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഉണ്ണിയപ്പം ചുടുന്ന ആ പാത്രത്തിൽ ചുടുന്ന മധുരമില്ലാത്ത ഒരപ്പമാണിത്. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നി ഇതുണ്ടാക്കാമെന്ന്. മക്കളൊക്കെ ഓഫീസ് വിട്ട് വന്നപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വെച്ചു. അവർക്ക് കൊടുത്തു, അവർ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ഇവിടുത്തെ ട്രിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മാവുണ്ട്. ഇതുണ്ടാക്കുന്ന വിധം പറയാം. ഈ അപ്പത്തിന് ഇവിടെ മഹാരാഷ്ട്രയിൽ ആപ്പേ എന്ന് പറയുന്നേക്കാം. ഒരു പഴയിൽ എഴുതി വെച്ച് കാണാം, ആപ്പേ എന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പമാണിത്. ഇത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഈ പാത്രത്തിൽ, ഉണ്ണിയപ്പത്തിന് നമ്മൾ നിറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിക്കാണ്ട് ചെയ്യുക. ഇതിലേക്ക് അങ്ങനെ വേണ്ട, ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതല്ല. അത് കുറച്ച് അതൊന്ന് നനഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം, ഒരു എണ്ണമയത്തിന് വേണ്ടി മാത്രം വെളിച്ചെണ്ണ ഇതിലേക്ക് ആക്കിയിട്ട്, വെളിച്ചെണ്ണയുടെ ഒരു തുണിയുണ്ട്. ഇന്നത്തെ കാലത്ത് ആരും ഇതൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. എല്ലാവരും അതിനൊക്കെ സാധനങ്ങളുണ്ട് വേറെ. ഞാനിങ്ങനെ തുണി കൊണ്ട് എല്ലാ സ്ഥലത്തും എൻ്റെ കൈ പൊള്ളി എല്ലാ സ്ഥലത്തും ഒന്ന് അങ്ങനെ നനച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒന്ന് നനച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ പാത്രം, ഈ മാവെന്ന് പറഞ്ഞാൽ ദോശമാവാണ്. നമ്മളുടെ സാധാരണ ദോശമാവില്ലേ, ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ്, അങ്ങനെയുള്ള മാവുകളിൽ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട്, കായം, പിന്നെ ഉപ്പ്, വേണമെങ്കിൽ വെച്ചാൽ മുളക് പൊടി ഇടാം, അത് ഇട്ടിട്ടില്ല. അത്രയും സാധനങ്ങൾ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അതാണ് ഈ അപ്പത്തിൻ്റെ മാവ്. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒഴിക്കണം. നിറച്ചും വേണ്ട, കുറച്ച് ഇങ്ങനെ ഒഴിക്കുക. അപ്പം വൈകുന്നേരം കുട്ടികളൊക്കെ ഓഫീസ് വിട്ട് വന്നപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു അവർക്ക് എന്താ ഇപ്പോൾ കഴിക്കാൻ കൊടുക്കുക എന്ന് ആലോചിച്ചു. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഇപ്പോൾ ചൂടിൽ എന്തെങ്കിലും കഴിക്കാനായിരിക്കുമല്ലോ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ വിചാരിച്ചു, പെട്ടെന്ന് ഐഡിയ വന്നു. ദോശമാവുണ്ട് രാവിലത്തെ, എന്നാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ള ഇതിൽ ഒരു പാത്രം കൊണ്ട് വെറുതെ ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ ഇവിടെ ഇതുണ്ട് മാവ്, ഇത് അപ്പങ്ങൾ. അപ്പം അതിൻ്റെ അടുത്ത ട്രിപ്പുമായി ഇതിങ്ങനെ ഈസി ആയിട്ട് മറിച്ചിടാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ക്യാരറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടേസ്റ്റ് വേറെ കിട്ടാൻ വേണ്ടി വേറെ എന്തെങ്കിലും മസാലകളൊക്കെ ചേർക്കുകയാണെങ്കിൽ ആ ടേസ്റ്റ് കിട്ടും. ഇത് സിമ്പിളായിട്ടുള്ള, വേറെ മസാലകളൊന്നും ആഡ് ചെയ്യാത്ത സിമ്പിളായിട്ടുള്ള ഒരു അപ്പാണിത്. കുട്ടികളൊക്കെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സുജ വീഡിയോ ഒന്ന് വരുന്നുണ്ടേ. ഇവിടെ കുട്ടികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഇവിടെ ഒരാളുണ്ട്, അവർ സോസും ഷേസ്വാൻ എന്താണ് ചട്നിയാണ് അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിൻ്റെ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല, നമ്മൾ സാധാരണ ദോശക്കൊക്കെ ഇറക്കുന്ന ഇഞ്ചി ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ ചൂടുള്ളൊരപ്പം, ഓഫീസ് വിട്ട് വന്നവർക്കൊക്കെ ഇതൊരു ചായ കുടിച്ചാൽ നല്ല സുഖമാണല്ലോ എന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം ഇവിടെ പൂച്ച ഇറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ചളിപൊളിയും മഴയും. അപ്പോൾ നമുക്ക് ചായയും കൂടി വെക്കണം. നമ്മുടെ അപ്പം ആയിട്ടുണ്ട്, കണ്ടോ, നല്ല ബോൾ പോലെ എവിടെയും മുട്ടിപ്പിടിക്കാതെ. ഇതിനെന്തെങ്കിലും പേരുണ്ടാവും ശരിക്കും. അപ്പോൾ അത് ആരെങ്കിലും വീഡിയോ കാണുന്നവർ അതിൻ്റെ എന്താണ് അതിൻ്റെ അപ്പം എന്ന്, അപ്പത്തിൻ്റെ പേരെന്ന് പറയുകയാണെങ്കിൽ അത് നല്ലതായിരുന്നു. ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച്, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കാനൊന്നും പ്രത്യേകിച്ച് പേരൊന്നുമില്ല. കാരയപ്പം എന്നോ, കാരയപ്പം എന്ന് സാധാരണ കണ്ണൂർ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഉണ്ണിയപ്പത്തിനാണ് കാരയപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വെളുത്ത കാരയപ്പം എന്നോ പിന്നെ കുഞ്ഞപ്പം എന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. ഇത്രയും കൂടി മാവുള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടി അതിനകത്ത് ഒഴിക്കട്ടെ. അപ്പം മാവ് തീർന്നു കഴുകാൻ വെച്ചിട്ടുള്ളത്. ഇത്രയും അപ്പമായിട്ടുണ്ട്. കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ലാസ്റ്റ് ട്രിപ്പ് ഇത്രയേ ഉള്ളൂ. 2-3 കുഴികൾ കാലിയാണ്. ഇത് അടച്ചു വെക്കാം. സിമ്മായിട്ടാണ് വെക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും. ഇനി ഇത് കഴിക്കാം. സെസ്വാൻ ചട്നി കൂട്ടിയിട്ട്, അല്ലെങ്കിൽ സോസ് കൂട്ടിയിട്ട്, അത് വീട്ടിലുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ചട്നി ഇറക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. ഇഞ്ചിയൊക്കെ ചേർത്തൊരു ചട്നി അരച്ച് കഴിക്കുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റായിരിക്കും. ഇതിന് ആപ്പെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആപ്പെ എന്നാണ് മഹാരാഷ്ട്രയിൽ പേര് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കടകൾ തന്നെയുണ്ട്. ആപ്പയുടെ കട എന്ന് പറഞ്ഞിട്ട് ഈ കട തന്നെ, ഇതിൻ്റെ മാത്രമായിട്ടുള്ള കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിത് കഴിക്കാം. ഈ അടുത്ത ട്രിപ്പും കൂടി ആയിക്കോട്ടെ. അപ്പം ശരി. ഈ കുഞ്ഞപ്പം, ഈ വെളുത്ത ഉണ്ണിയപ്പം, ഈ കാരയപ്പം നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിയപ്പം ഓക്കെ. എനിക്കും വേണമെന്ന് പറഞ്ഞ് ആരോ ഒരാളും കൂടി ഇരിക്കുന്നുണ്ട്.